സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളും എലക്ഷനും. സോ ഇപ്പൊ എവിടെ നോക്കിയാലും എലക്ഷന് നിൽക്കുന്നത് ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള കുറച്ച് സിനിമാ നടന്മാര്, ആർക്കും വേണ്ടാത്ത സീരിയലിൽ അഭിനയിക്കുന്ന കുറെ എണ്ണം, പിന്നെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ, സീരിയലിന്റെ നിലവാരം പോലും ഇല്ലാത്ത, ആകൃതി പോലും വേണ്ടാത്ത ഓരോ കൂതറ റിയാലിറ്റി ഷോയിൽ പോയിട്ട് നിലവിളിച്ചവനും മുണ്ടുപൊക്കി കാണിച്ചവനും അവരൊക്കെയാണ് ഇപ്പൊ എലക്ഷന് നിൽക്കുന്നത്. അപ്പോ ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കാനും തല്ലുകൊള്ളാനും ചവിട്ട് കൊള്ളാനും കുറെ എണ്ണങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവരൊന്നും ആർക്കും വേണ്ടേ? അല്ല, അറിയാണ്ട് ചോദിക്കുകയാണ്. സോ ആദ്യമായിട്ട് ദ വൺ ആൻഡ് ഓൺലി രമേശ് പിഷാരടി. സോ പിഷാരടിയെ പറ്റി പറയാൻ കാരണം, ഞാൻ പേഴ്സണലി ഒരു പാലക്കാട്ടുകാരനാണ്. യൂഷ്വലി എല്ലാ ഇലക്ഷനും നിൽക്കുന്നവരും പറയുന്ന കുറച്ച് വാഗ്ദാനങ്ങളുണ്ട്. ജയിച്ചാൽ ഞങ്ങൾ സ്കൂള് കൊണ്ടുവരും, ഹോസ്പിറ്റൽ കൊണ്ടുവരും, താജ്മഹൽ കൊണ്ടുവരും, അതേപോലെ തന്നെ കുത്തബ് മീനാർ കൊണ്ടുവരും. എന്നാ പിഷു പറയുന്നത് മമ്മൂട്ടിയെ കൊണ്ടുവരും. ഇത്രയും അധപ്പതിച്ച് പോയോ പിഷാരടി? മമ്മൂട്ടി ചിലപ്പോ പിഷാരടിക്ക് ദൈവമായിരിക്കും. നാട്ടുകാർക്ക് അങ്ങനെയല്ല. ഇപ്പൊ റേഷൻ കടയിൽ പോയിട്ട് മമ്മൂട്ടിയെ കണ്ടു പറഞ്ഞ അരിയൊന്നും തരില്ല. ഇങ്ങനത്തെ വിവരക്കേട് വിളിച്ച് പറയുന്നവരാണോ എലക്ഷൻ നിർത്തുന്നത്? അറിയാണ്ട് ചോദിക്കുകയാണ്. പിഷാരടി മമ്മൂട്ടിയുമായിട്ട് കുറെ ടൂർ പോകുന്നുണ്ടാവും, ട്രിപ്പ് പോകുന്നുണ്ടാവും. അതാണോ എലക്ഷന് നിൽക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആളെ പറ്റിയിട്ട് പല കേസുകൾ ഉണ്ടാവും, പല അക്യൂസിഷൻ ഉണ്ടാവും, എന്തൊക്കെയുണ്ടാവും, അതൊക്കെ അങ്ങേരെ പേഴ്സണൽ കാര്യങ്ങൾ, ഞാൻ അതിൽ കയറി ഇടപെടാൻ ആരുമല്ല. എന്നാൽ പാലക്കാടിന് വേണ്ടി മാങ്കൂട്ടത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു, കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്ക് ഇത്രയും സപ്പോർട്ട് പാലക്കാട്. അത് പാലക്കാട് ഉള്ളവർക്ക് കുറെ പേർക്ക് അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഓൺ ദ അതർ സൈഡ് പിഷു പറയുന്നത് കണ്ടില്ലേ, അയ്യേ മമ്മൂട്ടിയെ കൊണ്ടുവരും. ഈ ഫീൽഡ് ഔട്ട് ആയ നടന്മാരൊക്കെ പിടിച്ച് ഇലക്ഷൻ നിർത്തുന്നതാണോ ഇപ്പോഴത്തെ ട്രെൻഡ്? അല്ല, അറിയാൻ ചോദിക്കുകയാണ്. എല്ലാവർക്കും കേക്കും കൂടി ഫ്രീ ആയി കൊടുക്കുന്നു പറയായിരുന്നില്ലേ? വളരെ മോശം, വളരെ മോശം. എല്ലാത്തിലും ഈ മമ്മൂട്ടിയെ പിടിച്ച് വലിച്ചഴക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിഷാരടിക്ക് പറ്റിയത് വേണമെങ്കിൽ പാലക്കാട് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ചെയർമാൻ ആയിട്ട് നിയമിക്കാം, അതേ പറ്റുള്ളൂ. സോ പാലക്കാട് എനിക്ക് തോന്നുന്നു BJPക്ക് ഒരു ഫ്രീ സീറ്റ്, അല്ലെ BJPക്ക് ഒരു സീറ്റ് പദ്ധതിയുടെ സംഭവമാണ് നടക്കുന്നത് തോന്നുന്നു. സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ ജയിക്കും. സോ പാലക്കാട് ഉള്ളവരാണ് വെച്ചാൽ നിങ്ങൾ ആര് ജയിക്കുന്നതാണ് വിശ്വസിക്കുന്നത്? കമന്റ് ചെയ്യുക. അടുത്തത് ദ വൺ ആൻഡ് ഓൺലി അഖിൽ മാരാർ. സോ അഖിൽ മാരാരുടെ കാര്യം അതിലേറെ കോമഡിയാണ്. സോ അങ്ങേർക്ക് നിലപാട് പറഞ്ഞ സാധനമില്ല. അതിനെ പറ്റിയിട്ടൊന്നും കൂടുതലായിട്ട് പറയില്ല. നിലപാട് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അടി കിട്ടിയിട്ട് നിലത്ത് വീണ് പുറത്ത് പാട് വരുന്നതാണ് ഇത്ര നിലപാട്. സോ ഇങ്ങേര് ഈ ഇടയ്ക്കൊരു ഇന്റർവ്യൂവിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് 100 ദിവസം കണ്ടവര് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു. ഇലക്ഷനൊക്കെ ഇപ്പൊ ഹോട്ട്സ്റ്റാറിലോട്ട് മാറ്റിയോ? അപ്പൊ നമ്മൾ ഈ നിക്കണ്ട തിരക്കണ്ട, ക്യൂ നിക്കണ്ട വേർക്കണ്ട, ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും ഒരു 50 വോട്ട് വെച്ച് ചെയ്താൽ മതിയോ? പൊട്ടത്തരം പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ല. അറിയാൻ ചോദിക്കുകയാണ്. ഈ മറ്റേ ബിഗ് ബോസിൽ പോയിട്ട് തലയ്ക്ക് 50 വോട്ട്, അതല്ല ഇലക്ഷൻ. ആൻഡ് കമ്മിങ് ടു ഹിസ് നിലപാട് ആൻഡ് ഹിസ് സ്റ്റാൻസ്, ബിഗ് ബോസിൽ പോണേക്കാളും ഭേദം ഏതോ മാളിൽ പോയിട്ട് തുണിപൊക്കി കാണിക്കുന്നതാണ്, മറ്റേതാണ് പറഞ്ഞതാണ് അങ്ങേര്. അതിലോട്ടൊന്നും പോകില്ല, അതൊക്കെ അങ്ങേര് പേഴ്സണൽ കാര്യങ്ങൾ. ഞാൻ ജനിച്ചു തന്നെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാനാണ്, കോൺഗ്രസിന്റെ രക്തമാണ് എന്റെ സിരകളിലൂടെ ഓടുന്നതെന്നൊക്കെയാണ് അങ്ങേര് ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ ഏത് പാർട്ടിക്ക് വേണ്ടിട്ട് നിൽക്കുന്നത്? 50-50 ടെസ്റ്റ് ക്രിക്കറ്റാ, IPL 2020 ആ പാർട്ടിക്ക് ഇടുവാണ് കേട്ടോ. എന്തൊക്കെ പറയാലോ, നിർത്തുന്ന കാൻഡിഡേറ്റ്സ് അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ നോക്കാൻ പോലും അവർക്ക് വയ്യ. അത്രയും കിടുവായിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഇവര് നിർത്തിയ ആൾക്കാരാണോ നമ്മളെ ഭരിക്കേണ്ടത്? അയ്യേ, ഓരോ വിഡ്ഢിത്തം വിളിച്ച് പറയുന്നവരും, അതേപോലെ തന്നെ ഈ മറ്റേ ഓരോ തേർഡ് റേറ്റ് റിയാലിറ്റി ഷോസിൽ പോയിട്ട് എന്തെങ്കിലും കോമാളിത്തരം അലറി വിളിക്കുക, ഇതേപോലെ മുണ്ടുപൊക്കി കാണിക്കുക, കുറച്ച് സോഷ്യൽ മീഡിയ ഗിമ്മിക്സ് കാണിക്കുക, ഇവരെയൊക്കെയാണ് ഇപ്പൊ ഇലക്ഷൻ നടത്തുന്നത്. അപ്പൊ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും വേണ്ടേ? മൂന്നാമത്തേത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ അഖിൽ മാരാരുടെ കാര്യം പറഞ്ഞപ്പോ അങ്ങേര് എന്തൊക്കെ പറയാനും കേരളത്തിൽ എന്താ നടക്കുന്നത്, ഇന്ത്യയിൽ എന്താ നടക്കുന്നത് കുറച്ച് വിവരവും വെളിവുള്ള മനുഷ്യനാണ്. എന്നാൽ ഇങ്ങേരുടെ അടുത്ത് പോയിട്ട് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാ ചോദിച്ചാൽ കൊച്ചി പറയും. അതാണ് ലെവല്. സോ ഈ മറ്റേ ബിഗ് ബോസിൽ പോയിട്ട് 4 അലറി എയർഫോഴ്സ്, ഫയർഫോഴ്സ്, നേവി, ആർമി അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടാക്കിയിട്ട് ഫാൻ ഫൈറ്റ് നടത്തുന്ന പോലെ അല്ല ഇലക്ഷൻ നിൽക്കുന്നത്. സോ കുറച്ച് ഇങ്ങനത്തെ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയ ആൾക്കാരെ നേരെ പിടിച്ച് ഇലക്ഷൻ നിർത്തുന്നതൊക്കെ എന്ത് ബേസ്ലെസ് ആയിട്ടുള്ള പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആളെന്തോ BJPക്ക് വേണ്ടിയിട്ട് കുണ്ടറയോ എവിടെയാണ് നിൽക്കുന്നത്? എന്ത് ലോജിക്കൊക്കെയാണ് ഇതിലുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പോകുന്നു, അവിടെ പോയിട്ട് കുറച്ച് ഫാൻസിന് ഉണ്ടാക്കുന്നു, സോഷ്യൽ മീഡിയയിൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നു, നേരെ പോയി ഇലക്ഷൻ നിൽക്കുന്നു. അപ്പൊ കഷ്ടപ്പെടുന്നവനൊക്കെയോ?
ആൻഡ് ഇവരുടെ വിചാരം ഈ മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് ഇലക്ഷൻ ആൾക്കാർ വോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഹോട്ട്സ്റ്റാറിലാണ് ഇങ്ങോട്ടുള്ള വോട്ടിംഗ്. അല്ല, ഇവരുടെയൊക്കെ വർത്താനം കേട്ട് അങ്ങനെയാണല്ലോ. ആൻഡ് എനിക്ക് BJP ജയിച്ച മുഖ്യമന്ത്രി ആവുന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാ മുഖ്യമന്ത്രി ആക്കണേ? പ്രധാനമന്ത്രി ആയിക്കോ. മറ്റേ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ, കുന്നോളം ആശിച്ചാലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ എല്ലാവരും ലാലേട്ടന്റെ പിന്നാലെയാണ്. ഒരാള് ലാലേട്ടന്റെ ഒപ്പം ഒരു ഫോട്ടോ ഇടുന്നു, അടുത്ത പാർട്ടിക്കാരൻ പോയി ഫോട്ടോ ഇടുന്നു. 6+4=11 പറഞ്ഞാൽ അങ്ങനെ ഓക്കെ എന്നും പറയും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആൻഡ് നമ്മുടെ 50-50 2020 ആ പാർട്ടി അവർ നിർത്തുന്ന കാൻഡിഡേറ്റ്സ് നോക്കി, എന്താ ഇത് സീരിയലോ? എലക്ഷൻ ആണോ അതോ സീരിയൽ ആണോ? അതാണ് അറിയാത്തത്. മറ്റേ നമ്മുടെ ലക്ഷ്മി പ്രിയ, അതേപോലെ തന്നെ വേറെ ഏതാണ് വീണ നായർ. എന്നാൽ ഇവര് രണ്ടുപേരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തത്. ഇതുപോലും നോക്കാൻ നേരം ഇല്ലാത്തവരൊക്കെയാണോ പിടിച്ച് ഇലക്ഷന് നിൽക്കുന്നത്? ആൻഡ് അതുപോലും നോക്കാൻ നേരം ഇല്ലാത്ത ഒരു പാർട്ടിയാണോ? അയ്യേ. ആൻഡ് വീണ നായരൊക്കെ പറയുന്നത് ഞാൻ ഈ ഇടയ്ക്ക് കേട്ടു, ഇവർക്ക് എന്റെ പേര് ചേർത്തി തരാൻ പറ്റുമായിരുന്നു, പക്ഷെ പ്രഷർ ഉണ്ട്. എന്തോന്ന് പ്രഷർ? നിങ്ങൾ ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ പാർട്ടിക്കാർക്കല്ലേ സുഖം, 10 തൊട്ട് അവർക്ക് കൂടുതലല്ലേ കിട്ടുക. അയ്യേ. ഇന്നത്തെ കാലത്ത് ആരെ ഇലക്ഷനിൽ നിർത്തണം, ആർക്ക് വോട്ട് ചെയ്യണം, എല്ലാം സംശയമാണ്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഗിമ്മിക്സ് കാണിക്കുക, അതേപോലെ തന്നെ 4 ആളെ പിടിച്ച് തല്ലുക, തെറി വിളിക്കുക, ഒരു 10-100 ഇന്റർവ്യൂസ് കൊടുക്കുക, സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആർമി ഫാൻ ഫൈറ്റ് ഫോളോയിങ് ഒക്കെ ഉണ്ടാക്കുക, പോയി ഇലക്ഷന് നിൽക്കുക. കഷ്ടം. ഇവർക്കൊക്കെ നാട്ടുകാരെ സേവിക്കലും പരിപാടിയൊന്നുമല്ല, അവർക്ക് കുറച്ച് ചീപ്പ് ഷോ കാണിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ. നാട്ടുകാരെ സേവിക്കണം ഇഷ്ടം പോലെ ആൾക്കാർ വേറെ ഉണ്ട്, എന്നാൽ അവർക്കൊന്നും സീറ്റും ഇല്ല, ഒരു തേങ്ങയില്ല. വളരെ നല്ലത്. സോ പാലക്കാടൊക്കെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ശോഭാ സുരേന്ദ്രനൊക്കെ പുട്ട് പോലെ ജയിക്കുന്നതാണ്. കാരണം അത്രയും നല്ല കാൻഡിഡേറ്റ്സിനെയാണ് നിർത്തിയിരിക്കുന്നത്. അയ്യേ. സോ എപ്പോഴും വോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, എന്നെ പാർട്ടിക്കാരനാണ്, പാർട്ടി എന്റെ ഉയരാണ്, ആ പാർട്ടി ഏതെടുത്തന്നെ നിർത്തിയാലും ഞാൻ പോയി കുത്തും. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക. നിൽക്കുന്ന ആള് അവനവനെ അവനവനല്ല സൊസൈറ്റിയെ സഹായിക്കോ, അല്ലെങ്കിൽ സൊസൈറ്റിയെ നന്നാക്കാൻ ശ്രമിക്കോ, അങ്ങനെയുള്ളവർക്ക് പോയി കുത്തുക. ഈ ഇടയ്ക്ക് ഞാനൊരു സിനിമ കണ്ട അതിൽ ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് നാടിന് നല്ലത് നടക്കുകയാണെങ്കിൽ അതിനെ വിശ്വസിക്കുക, ഒന്നിനെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. അത് പാർട്ടി ആയാലും റിലീജിയൻ ആയാലും എന്തായാലും.